ഇന്ത്യ സഖ്യം 51 സീറ്റിൽ ജമ്മു കശ്മീരിൽ ലീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ BJP വിരുദ്ധ വികാരം അലയടിച്ച 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് 10 വർഷത്തിന് ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ജനം BJPക്കെതിരായി, നരേന്ദ്രമോദിക്കെതിരായി, അമിത്ഷായ്ക്കെതിരായി കശ്മീരിൽ ജനവിധി എഴുതുന്നു എന്നതാണ് പ്രധാനം. അതായത് ലഫ്റ്റനന്റ് ഗവർണർ ഇനി 5 പേരെ നോമിനേറ്റ് ചെയ്താലും 6 സീറ്റിന് മുമ്പിലാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് ഈ ഫലസൂചന കാണിക്കുന്നത്. അപ്പോഴും PDPയുടെ 4 പുറത്തു നിൽക്കുകയാണ്, മറ്റു പാർട്ടികൾ 10 പേരുണ്ട്. അപ്പോൾ ആർക്ക് അനുകൂലമായാണ് നമ്പേഴ്സ് വരുന്നു എന്നുള്ളത് കശ്മീരിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമോ എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ നിർണായകമാണ്. സംസ്ഥാന പദവി കിട്ടിയതിന് ശേഷം മതി സർക്കാർ രൂപീകരണം എന്ന എഞ്ചിനീയർ റാഷിദിന്റെ വാദത്തെ ഒമർ അബ്ദുള്ള തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തള്ളിക്കളയുന്ന സംഖ്യയാണ് ഇപ്പോൾ ടാലിയിൽ കാണുന്നത്. 51 സീറ്റിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് 52 സീറ്റിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. 52 എന്നുള്ളത് മതിയായ സംഖ്യയാണ്. ഏതൊക്കെ കുത്തിത്തിരിപ്പുണ്ടായാലും, ഏതൊക്കെ ലഫ്റ്റനന്റ് ഗവർണർമാർ നോമിനേറ്റ് ചെയ്താലും ആ സംഖ്യ അജയ്യമായി നിൽക്കുകയാണ്. 52 നിന്ന് ഇന്ത്യ മുന്നണി താഴെ പോകുമോ, അതല്ല അവരുടെ നില മെച്ചപ്പെടുത്തുമോ എന്നാണ് കാണേണ്ടത്. വളരെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഈ സംഖ്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളുടെ കൊടുങ്കാറ്റടിക്കുന്നു ഇന്ത്യയിൽ എന്നതാണ് കാണേണ്ടത്. ഹരിയാനയിലെ കോൺഗ്രസ് സഖ്യകക്ഷികളുടെ വിജയം കേവലമായ 53 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 46 ഉണ്ടെങ്കിൽ കശ്മീർ ഭരിക്കാമെന്നിരിക്കെ 53 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കശ്മീരിൽ സമാധാനവും നിക്ഷേപവും വികസനവും കൊണ്ടുവന്നത് ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നു അവിടുത്തെ സകല മനുഷ്യരും എന്ന് പ്രചാരണം നടത്തിയ BJP, മുൻ മുഖ്യമന്ത്രിമാരെ പോലും തടങ്കിൽ ഇട്ടുകൊണ്ട് BJP നടത്തിയ പ്രചാരണം, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ മാസങ്ങളോളം അടച്ചു വെച്ചുകൊണ്ട് നടത്തിയ പ്രചാരണം, സന്തോഷത്തിന്റെ വാതായനങ്ങളെ തുറന്നത് അമിത്ഷായാണ്, മോദിയാണ് എന്ന് പറഞ്ഞവർക്ക് അവിടുത്തെ ജനത മറുപടി കൊടുക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ 53 സീറ്റിൽ 90-53 സീറ്റിൽ അവിടെ ലീഡ് ചെയ്യുന്നത് BJP ഇതര കക്ഷിയാണ്, ഇന്ത്യ സഖ്യമാണ്. ഈ സമയത്ത് നിഷാദ്, ഞാൻ ഷഹല റാഷിദ് ട്വീറ്റ് ചെയ്തു നോക്കിയായിരുന്നു. ഷഹല റാഷിദിനെ നമുക്ക് ഓർമ്മയുണ്ട്. JNUവിലെ വലിയ സമരകാലത്ത് BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഷഹല റാഷിദ് ഒടുന്നനെ BJP അനുകൂല നിലപാടിലേക്ക്, മോദി ഭക്തിയിലേക്ക് പോകുന്നു. അതേ ഷഹല റാഷിദ് പറയുകയാണ് കശ്മീരിന് സമാധാനം കൊണ്ടുവന്നത് മോദിയാണ് കേട്ടോ എന്ന്. മോദിയെ എടുത്തെറിഞ്ഞ കൂട്ടത്തിൽ ഷഹല റാഷിദിനെ പോലെ ഉള്ളവരെയും കശ്മീർ ജനത എടുത്തെറിയുകയാണ്. സകല കുത്തിത്തിരിപ്പുകാരെയും കശ്മീരിലെ ജനത എടുത്തെറിയുന്നതിന്റെ കാഴ്ച, BJP വിരുദ്ധ വികാരമാണ് പ്രകടമാകുന്നത് കശ്മീരിൽ. ഹരിയാനയിലും അതുതന്നെയാണ് കാണുന്നത്. ഹരിയാനയിൽ 65 സീറ്റിലാണെങ്കിൽ ജമ്മു കശ്മീരിൽ 53 സീറ്റിൽ, രണ്ടിടത്തും 90 സീറ്റുകളെ ഉള്ളു കേട്ടോ. അവിടെ 45 സീറ്റ് നേടിയാൽ പാതിയായി, പിന്നെയും ഒന്നുകൂടി ചേർന്നാൽ കേവല ഭൂരിപക്ഷമായി ഭരിക്കാം. പ്രേക്ഷകർ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കശ്മീർ വാലിയിൽ 37 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ 1 സീറ്റിൽ മാത്രമാണ് നേരിയ ലീഡ് BJPക്കുള്ളത് എന്ന് കാണാം. അതേസമയം ജമ്മുവിലേക്ക് വന്നാൽ, ജമ്മുവിൽ ഇന്ത്യ മുന്നണി അവരുടെ നില വളരെ വളരെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 43 സീറ്റിൽ 21 BJP ലീഡ് ചെയ്യുമ്പോൾ 16 5 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ കശ്മീരിൽ ഒരു ഹ്യൂജ് മജോറിറ്റി സീറ്റുകളുടെ ലീഡ് നിലയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. കശ്മീർ താഴ്വരയുടേതല്ല, ജമ്മു റീജിയൻ എടുക്കണം. ജമ്മു റീജിയനിൽ വളരെ ആളുകളെ ഡിവിസീവായി വിഭജിച്ച് പോകാമെന്ന് കരുതി ഒരു ഹിന്ദു മുഖ്യമന്ത്രി ആവണ്ടേ എന്ന് പറയാതെ പറഞ്ഞു. അങ്ങനെ വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനം നടത്തിയ മണ്ഡല പുനർനിർണയം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി സാധ്യതയുള്ള മണ്ഡലങ്ങളെ, 5 മണ്ഡലങ്ങളെ അധികമായി ഉണ്ടാക്കിക്കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത്. അവിടെ ആകെയുള്ളത് 43 സീറ്റാണ് ജമ്മുവിൽ. ഓർക്കുക, അവിടെ 21 ലീഡ് ചെയ്യുന്നത് BJP ഇതര കക്ഷിയാണ്, ഇന്ത്യ സഖ്യമാണ്. അതേസമയം താഴ്വരയിലേക്ക് പോകാം. താഴ്വരയിലുള്ളത് 47 സീറ്റുകളാണ്. ആ 47-ൽ ഒരേ ഒരിടത്തൊഴികെ ബാക്കി എല്ലായിടത്തും ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ BJP അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന, അവരുടെ മണ്ണെന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വലിയ ഒരു കടന്നുകയറ്റം നമ്മൾ കാണുന്നു. തിരിച്ച് താഴ്വരയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന BJPയുടെ സകല പ്രതീക്ഷകളും തകർന്നടിയുന്നു. കശ്മീർ BJPക്കെതിരായി വിധി എഴുതുകയാണ്. കശ്മീർ നരേന്ദ്രമോദിക്കെതിരായി വിധി എഴുതുകയാണ്. അമിത്ഷായുടെ 370 എടുത്തു കളഞ്ഞ നടപടിക്കെതിരായി വിധി എഴുതുകയാണ്. ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം, ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം എന്ന് കശ്മീരിലെ ജനങ്ങൾ BJPയോട് പറയുകയാണ്.